കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിമുടി പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള അത്യന്തം ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇപ്പോൾ AKG സെന്ററിലും അതുപോലെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ പോലും തുടക്കമിട്ടിരിക്കുന്നത്. സമീപകാല ചിത്രത്തിൽ ഒന്നും കാണാത്ത വിധം കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ ഞെട്ടിക്കുന്ന പരാജയത്തിന് ശേഷവും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദമാണ് സംസ്ഥാന നേതൃത്വം ആദ്യം ഉയർത്തിയത്. ഈ വാദത്തെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾക്കേറ്റ വലിയൊരു പ്രഹരമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് സർക്കാരിനോട് യാതൊരുവിധ എതിർപ്പുമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാർട്ടിക്ക് ഇത്രയും വലിയൊരു പതനം സംഭവിച്ചതെന്നുള്ള മൂർച്ചയേറിയ ചോദ്യമാണ് ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ ഒന്നടങ്കം ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിച്ച് പോളിറ്റ് ബ്യൂറോ സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി ഭൂരിപക്ഷത്തോടെ തള്ളിക്കളയുന്ന അസാധാരണമായ കാഴ്ചയാണ് പാർട്ടി സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടുന്ന കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുക കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ബംഗാൾ ഘടകത്തിൽ നിന്നുള്ള നേതാക്കളാണ് കേരളത്തിലെ പരാജയത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. മുൻകാലങ്ങളിൽ ബംഗാളിൽ പാർട്ടിക്ക് സംഭവിച്ച അതേ തെറ്റുകളാണ് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നതെന്നുള്ള മുന്നറിയിപ്പ് അവർ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. പരമ്പരാഗതമായി പാർട്ടി പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കിൽ ഉണ്ടായ വൻ ചോർച്ചയാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണമായി വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ജനവികാരത്തിനനുസരിച്ച് അടിയന്തരമായി തിരുത്തലുകൾ വരുത്താൻ പാർട്ടി തയ്യാറാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളായ സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ഒരു പ്രത്യേക പ്ലീനം വിളിച്ചു ചേർത്ത് സംഘടനയിലുടനീളം ചർച്ചകൾ നടത്തണമെന്ന അഭിപ്രായവും ശക്തമായിട്ടുണ്ട്. വരാനിരിക്കുന്ന അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കൂടുതൽ സമഗ്രവും ആഴത്തിലുള്ളതുമായ അവലോകനം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ മുകളിലത്തെ തലം വരെയുള്ള എല്ലാ ഘടനയിലും അടിയന്തരവും സമഗ്രവുമായ തിരുത്തലുകൾ ആവശ്യമാണെന്ന പൊതുവികാരമാണ് കേന്ദ്ര നേതൃത്വത്തിൽ ഉയർന്നു വന്നത്. അതിന്റെ തുടർച്ചയായി ജൂൺ 5-ാം തീയതി ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. അതേസമയം പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ പുകയുമ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്നുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുമുണ്ട്. എങ്കിൽ പോലും പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പാർട്ടി നേതാക്കളുടെ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും സാധാരണക്കാരോടുള്ള പരുക്കൻ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് ഇത്രയധികം അകറ്റിയതെന്നാണ് പ്രധാനമായ ആക്ഷേപം. ജനങ്ങളോട് ദാർഷ്ട്യം കാണിക്കുന്ന ശൈലി മാറ്റി പാർട്ടിയെ വീണ്ടും ജനപ്രിയമാക്കണമെന്നും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കളെ മുൻനിർത്തി പാർട്ടിയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേവലം മാധ്യമങ്ങളോടെ പ്രതികരിക്കുന്ന പ്രതിപക്ഷമാകാതെ തെരുവുകളിൽ സർഗാത്മകമായി പോരാടുന്ന ഒരു പ്രതിപക്ഷമായി CPM മാറണമെന്നും കേരളത്തിൽ KK ശൈലജ, K രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾക്ക് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ജനപ്രീതിയും സ്വീകാര്യതയും ഉണ്ടെന്ന കാര്യവും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇത്തരം നേതാക്കളുടെ ജനസമ്പർക്ക ശൈലി മറ്റുള്ളവർ മാതൃകയാക്കണമെന്ന സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത്. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒരുപോലെ തള്ളിക്കളഞ്ഞതോടെ താഴെത്തട്ടിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിലയിരുത്താൻ പാർട്ടി നിർബന്ധമായിരിക്കുകയാണ്. പാർട്ടിയിലെ കീഴ്ഘടകങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയാൻ സാധിക്കാത്ത വിധം മുകളിലത്തെ നേതൃത്വം അന്ധമായി പോയതിലാണ് ഈ ചരിത്ര പരാജയത്തിന് വഴിവെച്ചെന്ന വിമർശനം താഴെത്തട്ടിൽ നിന്ന് തന്നെ ശക്തമായി ഉയരുന്നുണ്ട്. വെറുതെ മുകളിലിരുന്ന് ചർച്ചകൾ നടത്തിയാൽ പോരാ എന്നും എല്ലാ ലോക്കൽ ഏരിയ കമ്മിറ്റിയിലും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അണികളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശദമായ അവലോകനം നടത്തണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും വരും ദിവസങ്ങളിൽ വിളിച്ചു ചേർക്കാനാണ് തീരുമാനവും. ഇപ്പോൾ താഴെത്തട്ടിലെ വിവിധ ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്തു വരുന്ന ചർച്ചകളുടെ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിൽ കൂടിയാക്കുകയാണ്. ചാലക്കുടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് അംഗങ്ങൾ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉപയോഗിച്ച പല വാക്കുകളും പ്രയോഗങ്ങളും സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിൽ അകറ്റാൻ കാരണമായെന്ന് അവർ തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനങ്ങളിലും മറ്റും നടത്തുന്ന പ്രതികരണങ്ങൾ വളരെ സങ്കീർണമാണെന്നും അത് സാധാരണക്കാരായ പാർട്ടി അംഗങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം സൈദ്ധാന്തിക ജൽപ്പനങ്ങളായി മാറുന്നുവെന്നുമാണ് ഉയർന്നിട്ടുള്ള പ്രധാന വിമർശനം. ഇതിനു പുറമെ സ്ഥാനാർത്ഥി ഇനത്തിൽ പ്രാദേശിക വികാരം മാനിക്കാതെ എടുത്ത തെറ്റായ തീരുമാനങ്ങളും ചാലക്കുടിയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ പോലും വീഴ്ചയുണ്ടായെന്നും ഏരിയ സെക്രട്ടറി അശോകൻ ഫണ്ട് വകമാറ്റി ചിലവച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളും യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ പദവി അലങ്കരിക്കാൻ ഒട്ടും യോഗ്യനല്ലെന്ന് ചില കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ പരസ്യമായി വിളിച്ചു പറയുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ ഇതിലും കടുത്തത് കൂടിയായിരുന്നു. ഏരിയ സെക്രട്ടറിയായ S അജയ്കുമാർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ നേരിട്ടാണ് വിരൽ ചൂണ്ടിയത്.
പിണറായി വിജയൻ എത്രയും വേഗം തന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്നും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹം ഒട്ടും അർഹനല്ല എന്നും അജയ്കുമാർ യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. മുമ്പ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട തിരുവാതിര ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഇത്തരമൊരു കടുത്ത നിലപാട് ഉയരുന്നത് പാർട്ടിക്കുള്ളിലെ അസംതൃപ്തിയും അമർഷവും എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. ഏതാണ് ആ തിരുവാതിര എന്ന് ചോദിച്ചാൽ, ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിക്കീടൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നുള്ള ആ തിരുവാതിര ഗാനം ഉടലെടുത്ത അതേ ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് ഇപ്പോഴത്തെ വലിയ തരത്തിൽ വിമർശനം വരെ ഉണ്ടാകുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലും നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെടുന്ന സൂചനകൾ മുൻകൂട്ടി അറിഞ്ഞിട്ടും ജനങ്ങൾ താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയെ മാറ്റാൻ നേതൃത്വം തയ്യാറാകാതിരുന്നത് വലിയ തെറ്റാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ അവിടെ അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മുൻ മന്ത്രി പി രാജീവിനെതിരെയാണ് പ്രധാനമായും വിമർശനം ഉയർന്നത്. അദ്ദേഹത്തിന്റെ ഭരണശൈലിയും ഇടപെടലുകളും പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആകട്ടെ പിണറായി വിജയന്റെ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും ആരെയും കൂസാത്ത ഭരണശൈലിയും പാർട്ടിയുടെ വേരർത്തുന്ന തരത്തിലാണ് നേതാക്കൾ സംസാരിച്ചത്. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ സർക്കാരിലും പാർട്ടിയിലും ഉണ്ടായ കടുത്ത അവിശ്വാസവും അകൽച്ചയും, നിത്യോപയോഗ സ്ഥാനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, ഇന്ധന വില വർധനവ്, സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്ന വിവിധങ്ങളായ അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി അകറ്റാൻ കാരണമായി എന്നുള്ളതാണ് ഭൂരിപക്ഷ ഏരിയ കമ്മിറ്റികളും വിലയിരുത്തപ്പെടുന്നത്. ഇതിലും ഭയാനകമായ ചില ആരോപണങ്ങളും ചില ഏരിയകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. CPM-ന്റെ ചില പ്രാദേശിക നേതാക്കൾ എതിർകക്ഷിയായ BJP നിന്നും വലിയ തുകകൾ പണമായി കൈപ്പറ്റി അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടിയാണ് വരുന്നത്. ഈ വിഷയത്തിൽ സമഗ്രമായ പാർട്ടി അന്വേഷണം വേണമെന്ന ആവശ്യവും അണികളിൽ നിന്നും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. പാർട്ടിയുടെ മധ്യനിരയിലുള്ള പല നേതാക്കളും സാധാരണ ജനങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് പുറമേ പോയെന്നും ഇത് സംഘടനയുടെ ഘടനയെന്ന് തന്നെ വലിയ വീഴ്ചകൾക്ക് കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ യഥാർത്ഥ പൾസ് എന്താണെന്ന് അറിയാൻ മുകളിലുള്ള നേതൃത്വത്തിന് സാധിക്കുന്നില്ലെന്ന വിമർശനം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലും ആവർത്തിക്കപ്പെട്ടത്. ഈ വൻ തോൽവി CPM-നെ സംബന്ധിച്ച് വെറുമൊരു തിരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, മറിച്ച് ജനവികാരവുമായുള്ള പാർട്ടിയുടെ പൊക്കിൾക്കൊടി ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന്റെ ഗൗരവമേറിയ ലക്ഷണമാണെന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വിവിധ അഴിമതി ആരോപണങ്ങൾ, ജനക്ഷേമ പദ്ധതിയിൽ കൃത്യമായി ജനങ്ങളിലേക്ക് എത്താതിരുന്ന അവസ്ഥ, യുവതലമുറയ്ക്ക് സർക്കാരിനോടുണ്ടായ കടുത്ത അമർഷം, കർഷകരും വ്യാപാരികളും നേരിട്ട പ്രതിസന്ധികളും അവരുടെ അസംതൃപ്തിയും തുടങ്ങി നിരവധി ഘടകങ്ങൾ ഒത്തുചേർന്നാണ് പാർട്ടിക്ക് വിരുദ്ധമായ ഒരു തരംഗം സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എപ്പോഴും തുണച്ചിരുന്ന മുസ്ലിം വോട്ടുകളിൽ ഉണ്ടായ വൻ തോൽവി അല്ലെങ്കിൽ വൻ തോതിലുള്ള ധ്രുവീകരണം പാർട്ടിയെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഇതിനൊപ്പം പ്രതിപക്ഷ ചേരിയിലെ ലീഗുമായുള്ള സഖ്യത്തിന്റെ ഫലപ്രാപ്തിയും വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പാർട്ടി പ്രവർത്തകരിൽ നിന്നും കീഴ്ഘടകങ്ങളിൽ നിന്നും AKG സെന്ററിലേക്ക് എത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏരിയ ലോക്കൽ കമ്മിറ്റി തലങ്ങളിലെ നേതാക്കളോട് സാധാരണ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള മാനസികമായ അകൽച്ചയുണ്ട്. പലയിടങ്ങളിലും സാധാരണക്കാരായ അണികൾക്കോ വോട്ടർമാർക്കോ തങ്ങളുടെ പ്രമുഖ നേതാക്കളുമായി ഒന്ന് സംസാരിക്കാനോ പരാതികൾ ബോധിപ്പിക്കാനോ പോലും സാധിക്കാത്ത വിധം കടുത്ത അപ്രമാദിത്വമാണ് നേതാക്കൾ കാണിച്ചിരുന്നത്. ഈ ഒരു വിമുഖത തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെയും വളരെ മോശമായി ബാധിക്കുകയും ചെയ്തു. ചില പ്രധാന ജില്ലകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ ജനപ്രീതിയില്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസവും നേതാക്കളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന പ്രീതിപ്പെടുത്തൽ രാഷ്ട്രീയമാണ് മാനദണ്ഡമാക്കി തന്നെയെന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. ഇത് പാർട്ടിയുടെ അടിത്തട്ടിന് വലിയ നിരാശയും അസംതൃപ്തിയുമാണ് പടർത്തിയത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാന വിമർശനം സർക്കാരിന്റെയോ പാർട്ടിയുടെയോ ജനസമ്പർക്ക പരിപാടികൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഭരണകാലത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ നല്ല പദ്ധതികൾ പോലും കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല. ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്നതിന് പകരം മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും PR പ്രചരണങ്ങളെ മാത്രം അമിതമായി ആശ്രയിച്ചാണ് ഈ ദയനീയ തോൽവിക്ക് പ്രധാന കാരണമെന്ന് പല നേതാക്കളും യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അത്തരം കൃത്രിമ പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും പാർട്ടി സംവിധാനങ്ങൾ അടിയന്തിരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ചേരാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി യോഗവും അതിനുശേഷമുള്ള സംസ്ഥാന സമിതി യോഗവും ഈ കത്തുന്ന വിഷയങ്ങളിൽ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും കൈക്കൊള്ളുക എന്നത് CPM അണികളും രാഷ്ട്രീയ നിരീക്ഷകരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഈ സാഹചര്യത്തിൽ സംഘടനയിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളും ചില പ്രമുഖ നേതൃമാറ്റങ്ങളും അനിവാര്യമാണെന്ന അഭിപ്രായം പാർട്ടിയിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ തുടരുമെന്ന് ഉറപ്പാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തന ശൈലിയും ജനങ്ങളുള്ള സമീപനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം നിർബന്ധനാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ കനത്ത പരാജയത്തെ CPM-ന് ഒരു പുതിയ തുടക്കത്തിലുള്ള വലിയൊരു അവസരമായി മാറ്റിയെടുക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കർശനമായ നിലപാട്. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി
അതിന് പരിഹാരം കണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വീണ്ടും ജനകീയമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ആസൂത്രണം നടത്തുന്നത്. എങ്കിൽ പോലും താഴെത്തട്ടിൽ പോകുന്ന കനത്ത അസംതൃപ്തിയും നേതാക്കളോടുള്ള അമർഷവും എത്രത്തോളം പരിഹരിക്കാൻ ഈ തിരുത്തൽ നടപടികൾക്ക് സാധിക്കുമെന്ന് വരും ആഴ്ചകളിൽ മാത്രമേ വ്യക്തമാവുകയുമുള്ളൂ.